ഹലോ! എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമ്മളിന്ന് വലിയ സംഭവമൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാട്ടോ. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാലും ഏത് മെഴുക്ക് പുരട്ടിയാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണല്ലേ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് 2, 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. അതിനായിട്ട് കോവയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസിലുള്ള സവാള തന്നെയാണ് കേട്ടോ. അതും ഇതുപോലെ കനം കുറച്ച് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ്. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവിക്കാൻ ആവശ്യത്തിന് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എണ്ണ ഒഴിക്കുമ്പോൾ. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേറെ ഒന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. നമുക്കിനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്താലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ചിലപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്നതിനും ഭയങ്കര രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴും നല്ല അടിപൊളി രുചിയാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി നല്ല മെഴുക്ക് പുരട്ടിയാണ്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പം നിങ്ങൾ വിചാരിക്കും നമുക്ക് ആർക്കും ഇതൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണോ എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ കൊള്ളാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൽ എന്താ പറയുക, ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചതച്ച് ചേർക്കാം, ചെറിയ ഉള്ളി ചതച്ച് ചേർക്കാം. അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കും. അതായത് ചിലപ്പോൾ നമ്മൾ ഉണക്കമുളകൊക്കെ ചതച്ച് ചേർക്കുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വലിയവർക്കും ആർക്കായാലും ഇഷ്ടപ്പെടും കേട്ടോ. ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ചെറു തീയിലിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പകുതി വേവായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നമുക്ക് ഈ കോവയ്ക്ക ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള രീതിയിൽ കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അധികം അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ വരെ നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്ന ആ ഒരു സമയം വരെ വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. കോവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുകൊണ്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞു പോകണ്ട. ഈ ഒരു പരുവത്തിലെടുക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ.